ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്ന ശേഷം ഇന്നിതാ 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 8 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ആരാണെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും വളരെയേറെ പ്രതീക്ഷയോടെ 102 സീറ്റുകൾ നൽകി ഉജ്ജ്വല വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ വിഷമത്തിലാണ്. പിണറായി വിജയനും സംഘവും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇവന്മാർ ജയിച്ചു കഴിഞ്ഞാൽ അടിപിടിയായിരിക്കും, മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അടിയായിരിക്കും, 5 കൊല്ലം ഇവർ തികച്ചു ഭരിക്കത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇതാ തുടക്കത്തിൽ തന്നെ യാഥാർത്ഥ്യമായി എന്നവർ പറയുകയും ചെയ്യും. അവരെയും നമുക്ക് തെറ്റു പറയുവാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഈ 8 ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ആരാണ് എന്ന ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്? അതിനുള്ള ഉത്തരം ഇന്നലെ ഞങ്ങൾ നൽകി കഴിഞ്ഞു. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു സോഷ്യോപാത്തിനെ മാനേജ് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നതാണ്. ഒരു സാധാരണ ചിന്താഗതിയുള്ള മനുഷ്യനാണെങ്കിൽ അവരെ ഒതുക്കുവാൻ സാധിക്കും. എന്നാൽ ഇപ്രകാരമുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളെ ഒതുക്കുക സാധ്യമല്ല. അവരൊരു കാര്യം തീരുമാനിച്ചാൽ, അവരൊരു കാര്യം ആഗ്രഹിച്ചാൽ അതെങ്ങനെയെങ്കിലും നടത്തി എടുക്കും എന്നതാണ് അവരുടെ പ്രത്യേകത. അതല്ലെങ്കിൽ അവർ കൂടെ നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തച്ചുടച്ച് അവരും സ്വയം ഇല്ലാതാകുന്ന ആറ്റിറ്റ്യൂഡാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ മിഷൻ 250 ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇത് അപകടകരമാണ്, മൂർഖം പോയി അണലി വരുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാക്കരുത് എന്ന് നമ്മൾ പറഞ്ഞത്. കേട്ടില്ല. ഇപ്പോൾ ഇതാ ഈ പാർട്ടി നേതൃത്വം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമോ? ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെ പ്രഖ്യാപനം ഉണ്ടാകുവാനാണ് സാധ്യത. കാരണം ഇനിയും ഇവർ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിച്ചില്ല എങ്കിൽ ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ 8 ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വി ഡി സതീശന് വേണ്ടി ഈ മാഫിയ സംഘങ്ങൾ ചെയ്തു കൂട്ടിയത് എന്ന് നമ്മൾ കണ്ടതാണ്. സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഫ്ലെക്സി യുദ്ധം, റീൽസ് യുദ്ധം, തെരുവ് യുദ്ധം, ആത്മാഹൂതി, അവസാനം സഹികെട്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ സഹികെട്ട രാഹുൽ ഗാന്ധി അന്ത്യശാസനം നൽകി. ഫ്ലെക്സ് വെച്ചവന്മാരോട് പറഞ്ഞു, ആദ്യം ഫ്ലെക്സ് എടുത്ത് മാറ്റുക, നിങ്ങളുടെ അണികളോട് അടങ്ങി നിൽക്കാൻ പറയുക, എന്നിട്ടാവാം പ്രഖ്യാപനം എന്ന് പറഞ്ഞ് ആ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമുറപ്പിച്ചു. ഏതാണ്ട് ആത്മസംയമനം പാലിച്ചു എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പറഞ്ഞു, സോഷ്യോപാത്തുകൾക്ക് അടങ്ങിയിരിക്കുവാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു അതിൻ്റെ തുടർച്ചയെന്നോണം മാത്യു കൊൾനാടനെ ലീഗുകാരും ഇസ്ലാമിസ്റ്റുകളും മാഫികളുമൊക്കെ ചേർന്ന് അദ്ദേഹത്തിന് ഫത്വ കൽപ്പിക്കുകയും അദ്ദേഹത്തിനെതിരെ പടപ്പുറപ്പാട് നടത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. മാത്യു കൊൾനാടനെ ഒറ്റപ്പെടുത്തുവാൻ, ഒതുക്കുവാൻ ശ്രമിക്കുന്നത് കണ്ടു. പക്ഷേ മാത്യു കൊൾനാടൻ അങ്ങനെ ഒറ്റപ്പെടില്ല, ഒതുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ടാവും. ലീഗിന്റെ മുഖത്ത് നോക്കി പോയി പണി നോക്കിനടാ എന്ന് പറയുവാൻ ആംബിയറുള്ള ഒരേ ഒരു നേതാവേ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. KM അഭിജിത്തിനെ കല്യാണ പാർട്ടിക്ക് പോയ ഒരു സ്ഥലത്ത് വെച്ച് ഇവന്മാർ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചു. ഓർക്കണം, സംസ്ഥാന KSU അധ്യക്ഷനാണ്. പക്ഷേ അദ്ദേഹത്തിനും ലീഗിനോട് പോയി പണി നോക്ക് എന്ന് പറയുവാനുള്ള ആംബിയർ ഒന്നും ഇവന്മാർക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് പറയുവാൻ ആർജവം കാണിച്ച, വളരെ മാന്യമായ ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്യു കൊൾനാടൻ അത് ഭംഗ്യന്തരേണ അവതരിപ്പിച്ചു, പറഞ്ഞു വെച്ചു. അതാരെങ്കിലും പറയേണ്ടുന്ന ഒരു കാര്യമായിരുന്നു അത്. അതാണ് മാത്യു കൊൾനാടൻ ചെയ്തത്. അതുകൊണ്ട് മാത്യു കൊൾനാടനെ കയറി അങ്ങ് മേഞ്ഞേക്കാമെന്ന് ഒരു ലീഗുകാരനും കരുതണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ് ഉള്ളത്. ഇന്ന് വളരെ വിശാല ചർച്ചകൾക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. അതല്ല എങ്കിൽ നാളെ ഇതിൻ്റെ പഴി രാഹുൽ ഗാന്ധിക്കോ ഹൈക്കമാൻഡിനോ
മാത്രം നേരിടേണ്ടി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു വിശാല ചർച്ചയ്ക്ക് തുടക്കമെന്ന നിലയ്ക്ക് സാധാരണഗതിയിൽ വിജയിച്ച MLA-മാരുമായി കേന്ദ്ര പ്രതിനിധികൾ ചർച്ച നടത്തി ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ച് അവർ ഫലപ്രഖ്യാപനം നടത്തുമെങ്കിലും അതിൽ നിന്ന് വിപരീതമായി ഇത്തവണ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിച്ചു. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഘടകകക്ഷികളുടെ അഭിപ്രായം തേടി. അതും പോരാഞ്ഞ് മുൻ KPCC അധ്യക്ഷന്മാരെ ഇന്ന് ഡൽഹിക്ക് രാവിലെ വിളിപ്പിച്ചു. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴികെ ബാക്കി എല്ലാവരും ഡൽഹിയിലെത്തി ഇവരുടെ അഭിപ്രായം ആരായുക എന്നതിലുപരി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ ഈ മുൻ KPCC അധ്യക്ഷന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായവും ആരായുക എന്ന രീതിക്കാണ് അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് ആരുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞാലും 2-3 പേരൊഴികെ ബാക്കി എല്ലാവരും KCയോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഉയർന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്രയൊക്കെ റീൽസ് ഉണ്ടാക്കിയിട്ടും ഇത്രയൊക്കെ ഗിമ്മിക്കുകൾ കാട്ടിക്കൂട്ടിയിട്ടും ഇത്തരം PR വർക്കുകളൊക്കെ നടത്തിയിട്ടും VD സതീശൻ എന്തുകൊണ്ട് വിജയിച്ച MLA-മാരുടെ പിന്തുണ കിട്ടുന്നില്ല എന്ന്. അദ്ദേഹം ഒരു നേതാവായിരുന്നുവെങ്കിൽ, ഒരു ലീഡർ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ ജയിച്ചു വന്ന MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം MLA-മാരും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായി, ഞങ്ങളുടെ മുഖ്യമന്ത്രിയായി KC മതി എന്ന് പറയുന്നു? അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ മറ്റൊരഭിപ്രായം പറയുവാൻ സാധ്യതയില്ല. മുൻ KPCC അധ്യക്ഷന്മാരുടെ കാര്യമെടുത്താലും അതിൽ ബഹുഭൂരിപക്ഷം പേരും അത് തന്നെ പറയും. അതുപോലെ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുമായി പാർട്ടി ചർച്ച നടത്തിയാലും പക്വതയുടെ കാര്യത്തിലും ഇതുപോലൊരു പദവി നൽകുന്നത് കാര്യത്തിലാണെങ്കിലും അവർക്കും എതിരഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ലഹളയുണ്ടാക്കി കോൺഗ്രസ് നേതൃത്വത്തെ അങ്ങ് വരട്ടി അവരുടെ ആ ഒരു സോഫ്റ്റ് ആറ്റിറ്റ്യൂഡിനെ അങ്ങ് മുതലെടുത്ത് കളയാം എന്ന ആ ചിന്ത VD സതീശൻ എടുത്തങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. കാരണം അത് ഈ കേരളത്തിൽ വേഗില്ല എന്ന് ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങൾ പറയുന്നതല്ല, കേരളത്തിലെ ഓരോ ജനങ്ങളും, ഓരോ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു സോഷ്യോപാത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും അവൻ്റെ ജീവൻ പോകുന്ന അവസാന പെടച്ചിൽ വരെ അവൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യും എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഡൽഹിയിലടക്കമുള്ള വളരെ ഇൻഫ്ലുവൻസർമാരായ മലയാളികളുടെ, അതായത് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് ഉള്ള, ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ സതീശൻ്റെ ആളുകൾ സമീപിക്കുകയാണ്. എന്തിനു വേണ്ടി? അവർ പറയുന്നത് സതീശന് അനുകൂലമായി പോസ്റ്റ് ഇടുക, സതീശന് അനുകൂലമായി, സതീശൻ മുഖ്യമന്ത്രിയായി വരണം, അതെന്തുകൊണ്ട് വരണം എന്ന തരത്തിൽ പോസ്റ്റുകൾ ഇട്ടാൽ അവരുടെ റീച്ച് അനുസരിച്ച്, അവർക്കുള്ള ഫോളോവേഴ്സ് അനുസരിച്ച് 1 ലക്ഷം രൂപ മുതൽ 30,000 വരെ പല പല സ്ലാവുകളിൽ പ്രതിഫലം നൽകാം എന്ന ഓഫറുമായി പല പ്രമുഖരെയും വിളിച്ചു. കേരളത്തിലെ തന്നെ ഇലക്ഷൻ ക്യാമ്പയിനുകളുടെ പ്രമുഖ ഒരു സ്ട്രാറ്റജിസ്റ്റായ ഡൽഹി സ്വദേശിയായ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നോട് ഈ കാര്യം വെളിപ്പെടുത്തി. അദ്ദേഹത്തെയും ഈ സതീശൻ്റെ ടീം അപ്രോച്ച് ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേജ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഡിസിഷൻ മേക്കായിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പേജാണ്. അന്നേരം അദ്ദേഹത്തിന് ഓഫർ ചെയ്തത് 1 ലക്ഷം രൂപയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ അവസാന നിമിഷവും വളരെ തീവ്രമായി കിട്ടിയാൽ ഊട്ടി, പോയാൽ എന്ന ആറ്റിറ്റ്യൂഡുകൂടി ഉള്ള പ്രവർത്തനം ഇപ്പോഴും ഇതിൻ്റെ കൂടെ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ MLA-മാരെ ഒറ്റതിരിഞ്ഞുമാർ ആക്രമിക്കുവാനും, ഇതെല്ലാം ഈ മാഫിയകളുടെ, ഈ സോഷ്യോപാത്തിൻ്റെ ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. തൻ്റെ ഇംഗിതം നിറവേറ്റുവാൻ കൂട്ടുനിൽക്കാത്ത, തന്നോടൊപ്പം നിൽക്കാത്ത എല്ലാവരെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ MLA-മാരെയും KCക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാർക്ക് അനുകൂലമായി മറുപടി പറയുന്ന നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനും, തെരുവിൽ കൈകാര്യം ചെയ്യുവാനും,
പേടിപ്പിക്കുവാനുമുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഇതൊക്കെ അങ്ങ് പറവൂരിൽ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആംബിയറുള്ള ഒരാൾ പോലും ഈ കോൺഗ്രസിൽ ഇല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. പ്രിയമുള്ളവരെ, എന്തായാലും പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാകും. ഒരു 99% ഇന്ന് തന്നെ അവർ പ്രഖ്യാപിക്കും. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പല ഘട്ടങ്ങളിലുമുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ചു. ഇനി പ്രഖ്യാപിക്കുക, കാരണം വളരെയേറെ ജാഗ്രതയോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇപ്രകാരം ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ ഇതിനകത്തൊരു ഭിന്നിപ്പോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കോൺഫറൻസിൽ എടുക്കേണ്ടുന്ന എല്ലാവരെയും തന്നെ, മുൻ KPCC അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കന്മാരെയും അതുപോലെ തന്നെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും MLA-മാരെയും ഘടകകക്ഷികളെയും എല്ലാം കണ്ട് വിശാലമായ ചർച്ചകൾ ചെയ്ത് അവസാനം ഫൈൻ ട്യൂൺ ചെയ്ത് കാഴ്ചക്കുറുക്കി തയ്യാറാക്കിയ ഒരു ഡിസിഷനാണ്. അന്നേരം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നോ ചട്ടക്കൂടുകളിൽ നിന്നോ ഒന്നും വിഭിന്ന സ്വരമുണ്ടാവത്തില്ല. ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ സതീശന്റെ അമേദ്യം വാങ്ങി കഴിക്കുന്ന കുറേ അടിമകളും ഈ മാഫിയ സംഘടനകളുടെ ഗുണ്ടകളായ തീവ്രവാദികളും മാത്രമേ ഇറങ്ങത്തുള്ളൂ. അവന്മാരെ തെരുവിലിറങ്ങിയാൽ നാട്ടുകാർ കൈകാര്യം ചെയ്തുകൊള്ളും. അത് ജനങ്ങൾക്ക് വിട്ടേക്കുക. ഇവന്മാരുടെ ആ വിരട്ടലും പരിപാടിയും ഒന്നും ഇവിടെ നടക്കത്തില്ല. പക്ഷേ ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി കോൺഗ്രസ് നേതൃത്വം ഇനിയും ഇത് വെച്ച് ഇഴയ്ക്കാതെ നീട്ടിക്കൊണ്ടുപോകാതെ 8 ദിവസം എന്ന് പറയുന്നത് വളരെ നാണം കെട്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഡാമേജ് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയുന്നത് പോലെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പാളിച്ച സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ അത് റെക്ടിഫൈ ചെയ്യുവാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഇതിനപ്പുറത്തേക്ക് പോകാതെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യാതൊരു കാരണവശാലും VD സതീശൻ എന്ന് പറയുന്ന ഒരു സോഷ്യോപാത്ത്, ആ ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ വരാൻ പാടില്ല എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.